നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ നീതി വേണമെന്ന് കൊല്ലപ്പെട്ട അയ്യുവിന്റെ കുടുംബം. കുറ്റവാളികളായ 2 CISF ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. പഴുതടച്ച അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. നിയമപോരാട്ടം മകനുവേണ്ടി മാത്രമല്ല സമൂഹത്തിനു വേണ്ടിയാണെന്നും കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും അയ്യുവിന്റെ മാതാപിതാക്കൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ സംഭാഷണം ലേബി സജീന്ദ്രനാണ് അയ്യുവിന്റെ മാതാപിതാക്കളോട് സംസാരിച്ചത്. അതൊന്ന് കേൾക്കാം. 2 കാബാലികർ തല്ലിക്കെടുത്തിയത് ഈ വീടിൻ്റെ മുഴുവൻ പ്രകാശവുമാണ്. അയ്യുവിൻ്റെ മാതാപിതാക്കൾ നമുക്കൊപ്പമുണ്ട്. ഇനി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണല്ലോ അല്ലേ? അതെ, എങ്ങനെയായാലും ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശവസംസ്കാര വേദിയിലാണ് ഞാൻ ഇത്രയും ക്രൂരമായിട്ടാണ് എൻ്റെ മകനെ കൊന്നതെന്നുള്ളത് ഞാൻ അറിയണത്. അതിനു മുമ്പ് വരെ എനിക്ക് അറിയില്ലായിരുന്നു. അച്ഛൻ്റെ പ്രസംഗത്തിലാണ് ഇത്രയും ഈ ലോകം മൊത്തം എൻ്റെ കൊച്ചിൻ്റെ മരണം അറിഞ്ഞു, ലോകം മൊത്തം എൻ്റെ കൂടെയുണ്ട്. പക്ഷേ എൻ്റെ കൊച്ചിനെ ക്രൂരമായിട്ട് ഇത്രയും കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇത്രയും ക്രൂരാണല്ലോ എന്ന് എൻ്റെ മനസ്സിൽ വിചാരിച്ചത്. കൊന്നു എന്നുള്ളത് പാവം എൻ്റെ കൊച്ച് ഒത്തിരി പാവം, അതറിയാം. ഒത്തിരി ലവബിളാണ്. ആരോടും ഒരു പ്രാവശ്യം മിണ്ടിക്കഴിഞ്ഞ് ഞാൻ കൊച്ചിനെ മറക്കില്ലാത്ത എൻ്റെ ഒരു കൊച്ചാണ്. ആ കൊച്ചിനാണല്ലോ ഈ ഗതി വന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ഇൻഡക്ഷൻ തന്നെ ഇവരെ എന്ന് വെച്ചാൽ എൻ്റെ മകനെ കൊല്ലണം എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ളൊരു തെറ്റും എൻ്റെ കൊച്ച് ചെയ്തിട്ടില്ല. അവരോടൊന്ന് ചോദിച്ചാൽ ഒരടി കൊടുക്കുമോ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. അന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൊച്ചിൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടാമെന്ന്, എൻ്റെ മരണം വരെ എൻ്റെ ഈ വേദന, എൻ്റെ മകൻ പോയി എന്നുള്ള വേദന ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള കൊച്ചായിരുന്നു. മമ്മീന്ന് വിളിച്ചാൽ പൂർത്തിയായിട്ട് വിളിക്കില്ല. മരിച്ചു കിടന്നപ്പോൾ പോലും ഇവിടെ കൊണ്ടുവന്നപ്പോൾ പോലും എൻ്റെ മനസ്സിൽ ഞാൻ വിളിച്ച എൻ്റെ മകൻ എഴുന്നേറ്റ് വരുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. കൊന്നവരെ എന്ന് വെച്ചാൽ അവരുടെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. അതിനുള്ള തക്ക ശിക്ഷ അവർക്ക് കിട്ടിയേ പറ്റുള്ളൂ. വേറെ ഒരു അമ്മയ്ക്കും ഈ ഒരു ഗതി വരരുത്. അത് നമ്മുടെ പൊതു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള 24 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രായം. ആ കൊച്ചിനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ക്ഷമിക്കില്ലാത്ത ഒരു കാര്യമാണ്. 24 വർഷം കൈവെള്ള പോലെ വളർത്ത ഞങ്ങളുടെ മകനെ അവർ കൊല്ലുക ചെയ്തത്. ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇത് നിർത്താം. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ നീതിക്ക് വേണ്ടി എന്തിനു വേണ്ടിയിട്ടും ഞാൻ തയ്യാറാണ്. കാരണം ഇത് ഈ നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തിന്, അതായത് നമ്മളെ സംരക്ഷിക്കേണ്ടവർ, ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ചെയ്തത്. പാവമായിരുന്നു. ഒരു കൊല്ലാൻ മാത്രമൊന്നും അവനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവനെ ബോർഡത്തിലൊക്കെ കയറ്റി കൊണ്ടുപോയപ്പോൾ എന്താ അവനെന്ന് ആലോചിച്ച് ശരിക്കും പാവമായിരുന്നു. നല്ലപോലെ പേടിച്ചിട്ടുണ്ടാവായിരുന്നു. പുറത്തു പോയി ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അവൻ പേടിച്ചോടെ നിൽക്കത്തേ ഉള്ളൂ. അവനൊന്നും ചെയ്യാൻ അറിയത്തില്ല. അവനൊന്ന് കൊല്ലണ്ടായിരുന്നു, വെറുതെ ഇട്ടാൽ മതിയായിരുന്നു. നീതി വേണം എന്നുള്ള കണ്ണീരണിഞ്ഞ ഈ കുടുംബത്തിൻ്റെ ആവശ്യം നിയമ സംവിധാനങ്ങളുടെ മുന്നിലേക്കാണ് ഞങ്ങൾ വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.